സ്ത്രീ ഒറ്റപ്പെടുന്ന സന്ദർഭം ഇന്ന് പൊതുസമൂഹം ബോധപൂർവം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. സ്ത്രീകൾക്ക് കൊടുക്കുന്ന ട്യൂഷൻ എന്താ? നിങ്ങൾ രാത്രി യാത്ര ചെയ്തോ, എവിടേക്കും ഒറ്റയ്ക്ക് പോയിക്കോ, ഒരു പ്രശ്നമില്ല എന്നാണ് അവർക്ക് കൊടുക്കുന്ന ഉത്ബോധനം. എന്നാൽ ഇസ്ലാം പറയുന്നത് എന്താ? ഒരിക്കലും സ്ത്രീകൾ ഒരു സ്ഥലത്ത് ഒറ്റപ്പെടാൻ പാടില്ല എന്നാണ്. ലാ യഖ്ലുവന്ന റജുലും ബിഇംറഅത്തിൻ, ഒരു അന്യ പുരുഷനും അന്യ സ്ത്രീയും ഒരിക്കലും ഒറ്റപ്പെടാൻ പാടില്ല. അങ്ങനെ ആയാൽ ഫഇന്ന ശൈത്വാനു സാലിസുഹുമാ, അവിടെ മൂന്നാമനായിട്ട് പിശാചുണ്ടാകും. പിന്നെ അവിടെ വേണ്ടാത്ത കാര്യം എന്ത് ചെയ്യുള്ളൂ? നടക്കുകയുള്ളൂ എന്നാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്. റഹ്മാൻ, പരമകാരുണ്യകന്റെ ദിക്റിൽ നിന്ന് നിങ്ങൾ തെറ്റിപ്പോയാൽ ഒരു പിശാചിനെ നിങ്ങൾക്ക് ഏർപ്പെടുത്തി തരും, അവനെ നിങ്ങൾക്ക് കരീനായിട്ട് ഏർപ്പാടാക്കി തരും. പിന്നെ ശൈത്താൻ പറയുന്നതിനനുസരിച്ച് മനുഷ്യന്മാർ പോവുക. അതിന് അധികം ഉദാഹരണമൊന്നും ഞാൻ പറയണ്ടല്ലോ. എന്താ ഈ നാട്ടിൽ ഇപ്പോൾ രാവും പകലും ഒരു ദിവസം എത്ര വാർത്ത സുഹൃത്തുക്കളെ ഈ സ്ത്രീ പീഡനത്തിന്റെ വിഷയത്തിൽ വന്നുകൊണ്ടിരിക്കുന്നത്? ഇതിനൊക്കെ കാരണങ്ങൾ പരിശോധിച്ച് നോക്കി. ഈ കാരണമാണ് അത് ഒരിക്കലും തന്നെ ഇത് ലംഘിച്ചതാണ് എന്ത് എല്ലാ പ്രശ്നങ്ങൾക്കും ഉണ്ടാകുന്ന കാരണം, അല്ലേ? എറണാകുളത്താണ് ഒരു ഫ്ലാറ്റിന്റെ മുകളിൽ നിന്ന് എന്തോ ഒരു സാധനം എറിഞ്ഞു. അത് തൊട്ടപ്പുറത്തുള്ള കായലിലേക്ക് എറിഞ്ഞതാണ്, കനാലിലേക്ക് എറിഞ്ഞതാണ്. പക്ഷെ ആ പ്ലാസ്റ്റിക് ബാഗ് വന്ന് വീണത് റോട്ടിലാണ്. അതിൽ നടന്നു പോകുന്ന ഒരാൾ നോക്കുമ്പോൾ അതിലൊരു മനുഷ്യ കുഞ്ഞാണ്. ഒരു സ്ത്രീ പ്രസവിച്ചിട്ട് ആ കുട്ടിനെ വലിച്ചെറിഞ്ഞിരിക്കുകയാണ്. എന്താ പ്രസവിക്കാൻ കാരണം? വിവാഹം കഴിയാതെ ഉണ്ടായ കുട്ടിയാണ്. അപ്പൊ ലിവിങ് ടുഗദർ ഇവിടെ പ്രോത്സാഹിപ്പിക്കുക, അതിൻ്റെ പേരിൽ കുട്ടികൾ ഉണ്ടാകുക, ആ കുട്ടികളെ ക്രൂരമായി ഈ രൂപത്തിൽ കൊല്ലുക. ഇതിങ്ങനെ ദിവസവും കണ്ടു മരവിച്ചു പോയില്ലേ കേരളം? ഇതൊരു ഭാഗത്ത് നടക്കുമ്പോഴും എന്ത് ചെയ്യാണ്? അത് സ്ത്രീകളൊക്കെ അവർക്കൊരു സുരക്ഷയും വേണ്ട എന്നുള്ള രൂപ. പക്ഷെ ഇസ്ലാം പറഞ്ഞത് എന്താ? ഒരിക്കലും തന്നെ ഒറ്റപ്പെടാൻ പാടില്ല എന്നാണ്. ഇപ്പൊ നേരത്തെ പറഞ്ഞ ചലച്ചിത്ര രംഗത്ത് പ്രശ്നം ഉണ്ടായപ്പോൾ ഒരു നടി വന്ന് പറഞ്ഞത് എന്താ? ഇനി മുതൽ ഒരു നിയമം കൊണ്ടുവരണം ഇവിടെ. എന്താ നിയമം? സ്ത്രീകൾ പുരുഷന്മാരുടെ അടുക്കലേക്ക് പ്രൊഡ്യൂസർമാരുടെയും നടന്മാരുടെയും റൂമൊക്കെ പോകുമ്പോൾ കുടുംബത്തിൽപ്പെട്ട ആരെങ്കിലും കൂടെ വേണം, ഒറ്റയ്ക്ക് പോകാൻ പാടില്ല. ഈ നിയമം കൊണ്ടുവരണമെന്നാണ് പറയുന്നത്. ഇത് ഇസ്ലാം 1400 വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞതാണ്. അപ്പം അത് കാടൻ നിയമമാണെന്ന് പറഞ്ഞു. അനുഭവിച്ചപ്പോൾ ഇവരൊക്കെ പറയുമ്പോൾ അത് പുരോഗമനമെന്നും പറയും. ഇത്ര വ്യത്യാസമുള്ളൂ. അതുകൊണ്ട് ഇസ്ലാം കൃത്യമായി ഇതിലൊക്കെ എന്തുണ്ട്? ക്ലിയറായി പറഞ്ഞു.